കിച്ചൺ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ചാനൽ ഏതായാലും എൻ്റെ മാത്രം തല കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാനായിട്ട് യാതൊരു പ്ലാനില്ല. ദിസ് ഈസ് അവർ സെക്കൻഡ് വീഡിയോ ആൻഡ് this time we have a guest and my dear Amanda. Hi. See, I have a company here. Yes. ഞങ്ങൾ കുറേ നാളായിട്ടുള്ള പ്ലാനിങ് ആണ് ഇങ്ങനെ ഇവിടെ ഒരുമിച്ചിരുന്ന് ബേക്ക് ചെയ്യണം എന്നുള്ളത്. സോ അമാൻഡയുടെ ഹസ്ബൻഡ് ജസ്ബിന്റെ ബർത്ത്ഡേ ആണ്. സോ ഷീ വാണ്ട്സ് ടു ബേക്ക് ഫോർ Yes. And first time ആണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. എനിക്ക് കോവിഡ് ടൈമിൽ ഒരു പ്രാവശ്യം എന്തോ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ടൈം ആണ്. എന്നാലും സാധാ ബേസ് ഒന്നും ഇല്ലാത്ത നോർമൽ കേക്ക്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഫസ്റ്റ് ടൈം ബേക്കിംഗ് ആൻഡ് ഫോർ മൈ ഹസ്ബൻഡ്. അതെനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഈ മൊമെന്റ് ചെറിഷ് ചെയ്യണം ആക്ച്വലി. This is the right place. Yes. I know that. ഇല്ല ഞങ്ങൾ കേക്ക് we are going to make chocolate mud cake. It's a very rich and dense chocolate cake. And Jasmine loves it. Yeah, Jasmine chocolate cake ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു Jasmine chocolate cake ഇഷ്ടമാണ്. സോ ഞങ്ങൾ അതാ ഉണ്ടാക്കാൻ പോകുന്നത്. Thank you. ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറിയ. ഓൾമോസ്റ്റ് ഒരു ക്ലോത്ത് മോഡൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ല മറിയ. മഡ് കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബട്ടർ ഇട്ടു, ചോക്ലേറ്റ് ഇട്ടു, ബ്രൗൺ ഷുഗർ ആൻഡ് മിൽക്ക്. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മൈക്രോവേവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൂളാവാൻ ഒരു 5 minutes വെച്ച് ഒന്ന് കൂളാക്കിയെടുക്കും. ദാറ്റ്സ് ഇറ്റ്. നമ്മളിത് മെൽറ്റ് ചെയ്യാൻ പോകും. എത്ര മിനിറ്റ്സ്? ആക്ച്വലി ഇതിൻ്റെ ഫുൾ പവറിലാണ് കിടക്കുന്നത്. സോ ഒരു 15 seconds ആകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. ഇത് ബ്ലെൻഡ് അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുമോ? ഈ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 15 seconds ഇന്റർവെല്ലിൽ ചെക്ക് ചെയ്യുവാണ് നല്ലത്. ബിക്കോസ് അതല്ലെങ്കിൽ പെട്ടെന്ന് ചൂടായി അതിന്റെ ടെമ്പറേച്ചർ കൂടി പോകുന്ന. നമ്മൾക്കിപ്പം മൈക്രോവേവ് ഇല്ലെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് എന്ന് പറയും. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെക്കുക. ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒരു വേറൊരു ഇപ്പൊ ഈ ഒരു ബോളിൽ ഇതുപോലെ ഇടുക, അതിന്റെ മുകളിലോട്ട് വെക്കുക. ജസ്റ്റ് സ്റ്റീം ഡയറക്റ്റ് ചൂട് കിട്ടാതെ സ്റ്റീം കിട്ടുന്ന രീതിയിൽ വെച്ച് നമ്മള് ചിലപ്പോ പുഡിംഗ് ഒക്കെ അതിനാണ് ഡബിൾ ബോയിൽ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. മൈക്രോവേവിനേക്കാളും സേഫ് ആക്ച്വലി അതാണ്. കാരണം ഇത് പെട്ടെന്ന് ആ ടെമ്പറേച്ചർ മാറും. നമ്മള് നോക്കിയില്ലെങ്കിൽ ചിലപ്പം പറയും. വിസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം വിസ്ക് അങ്ങനെ എന്തോ ക്ലോക്ക് വൈസ്. ഓക്കെ. ഈ 5 minutes ബ്രേക്കിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? നമ്മൾ ടിന്ന് ലൈൻ ചെയ്യാൻ പോകണം. ഓക്കെ. ഇത് എഡിബിൾ പെന്നാണ്, അതുകൊണ്ട് വിഷമിക്കില്ല. എനിക്ക് പെൻ 2 തരും എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിട്ട്. ശരി, ഇത് എഡിബിൾ പെന്നാണ്. എഡിബിൾ കളർ വെച്ചിട്ട് കറക്റ്റ് ആ ലൈനിൽ കൂടെ വരണമെന്നില്ലല്ലോ അല്ലേ? ഇത് 6 inch ലെഫ്റ്റിനാണ്. നമുക്ക് ഹൈറ്റ് വേണ്ടതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലെ 7 inch ആണെങ്കിലും ചെയ്യാം. അപ്പം ഫ്ലാറ്റ് ആയിട്ട് ഇത് നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ ഒരു 40-45 minutes വെക്കണ്ടേ. 180 എത്ര? 35 to 45 minutes ഇൻ ബിറ്റ്വീൻ. ചോക്ലേറ്റ് ബട്ടർ എല്ലാം നല്ല കൂളായിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, സാരില്ല. റൂം ടെമ്പറേച്ചർ ആണല്ലോ. പൊട്ടിക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല, എങ്ങാനും അതിന്റെ ചെറിയ തോടൊക്കെ ഇങ്ങനെ വീണ് വരുന്നത്. പെർഫെക്റ്റ്. ഇനി അതൊഴിച്ചോ, എന്നിട്ട് വിസ്ക് ചെയ്യും. ഓക്കെ. 1 by 1 ആഡ് ചെയ്യുന്നേ നല്ലത്. യെസ്. അപ്പം ഒരെണ്ണം ഒഴിച്ച് അത് വിസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഒഴിക്കും. ഓക്കെ. വിസ്ക് ആയിട്ടുണ്ടോ? ഇനിയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മളിതിൽ പറയുന്നത് ഫോൾഡ് ചെയ്യാന്ന് പറയും. ഫോൾഡ്. കൊക്കോ പൗഡറും സോൾട്ട്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതെല്ലാം നമ്മൾ സീവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ദിസ് ഇസ് ഹൗ വി ഫോൾഡ്.
നമ്മൾ സ്പാച്ചിൽ ഇങ്ങനെ കൊണ്ടുപോകണം. ലൈക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നമ്മുടെ ബോള് തിരിച്ചു കൊടുക്കുക. ഓക്കെ. ഇങ്ങനെ ബേക്കിങ്ങിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തോണ്ടോ കേട്ടോ. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഭയങ്കര ഈസിയാ സാധനം. നമ്മൾ ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 140 180 ഒരു 35 to 40 minutes ബേക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. സേഫ്റ്റി പർപ്പസ് നമ്മൾ ഈ ഗ്ലവ്സ് യൂസ് ചെയ്തിട്ട് Okay, here we go. minutes ആയേ. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ബിക്കായോ. എടുത്തിടാം. ഇത് ട്രേ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ ഇങ്ങനെ ആക്ച്വലി കൂളായിട്ട് ഡിമോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഡിമോൾഡ് ചെയ്ത് വെക്കാണ് പെട്ടെന്ന് ഇനി നന്നായിട്ട് തണുക്കണം. ഓക്കെ, ഒരു 1 hour എങ്കിലും വെക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം വേണ്ടി തണുക്കാനായിട്ട്. ഞങ്ങൾ പെട്ടെന്ന് കൂൾഡൗൺ ആവാനായിട്ട് ഫ്രീസറിൽ വെക്കാണ് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് ഇത് ലെയർ ചെയ്യണം, കുറച്ച് ഫില്ലിംഗ് ഒക്കെ കൊടുക്കണം. സോ നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഓക്കെ. പിന്നെ ഈ കേക്ക് നമ്മൾ സ്പഞ്ച് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴല്ലോ, ലൈക്ക് സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്നേരെ ഡയറക്റ്റ് കട്ട് ചെയ്യരുത്. ഐ മീൻ ചൂടോടെ കട്ട് ചെയ്യരുത്. എപ്പോഴും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ തണുത്ത് കഴിയുമ്പം ഒന്ന് റാപ്പ് ചെയ്ത് ഫ്രീസറിൽ വെക്കണം. ഇപ്പം നമുക്ക് ഇന്ന് കഴിക്കേണ്ടതാണ്, നമ്മൾ തലേദിവസം ഉണ്ടാക്കി റാപ്പ് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം അതിൻ്റെ ഒന്നുകൂടെ മോയ്സ്ചർ കണ്ടന്റ് വരും, അതിൻ്റെ ക്രംസ് ഒക്കെ സെറ്റിൽഡ് ആവും. എപ്പോഴും സ്പഞ്ച് ഫ്രീസ് ചെയ്യുന്നത് നല്ലത്. എന്ത് കേക്കാണ് ഫ്രിഡ്ജ് വെക്കരുത്. ഫ്രിഡ്ജ് വെച്ചാലും പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഫ്രീസ് ചെയ്യണം എപ്പോഴും. ഇതൊക്കെ നല്ലപോലെ അത്യാവശ്യം കൂളായിട്ടുണ്ട്, എന്നാലും അത്ര കൂളായിട്ടില്ല. ലെയർ ചെയ്യുമ്പോൾ നൈഫ് ഇവിടെ വെച്ചല്ലോ. ഓക്കെ, നൈഫ് ഇവിടെ വെച്ചിട്ട് നൈഫ് മാറ്റരുത്. ടോപ്പ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാലോ കേട്ടോ, സൂപ്പർ കേക്ക്, ഡെലീഷ്യസ്. ഇതിന്റെ ബേസ് അങ്ങനെയാണ് വെക്കാനോ അതോ ഒരു ലെയർ വെക്കാനോ? ഈക്വൽ ആയിട്ട് പേസ്റ്റ് ചെയ്യുന്നത്. പേസ്റ്റ് എന്നൊക്കെ തന്നെയാണോ പറയുന്നത്? ഇത് കുറച്ച് ഇല്ല, അത് വെക്കട്ടെ. ഞാൻ കേക്ക് ബേക്ക് ചെയ്തു. I baked a cake. Yes. This is it. Like I'm so happy. ഞങ്ങളുടെ ഫസ്റ്റ് ബേക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. Thank you guys for watching. Please subscribe our channel. Please subscribe my channel and ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ ഇവിടെ വന്ന് ബേക്ക് ചെയ്യാവുന്നതാണ്. തൊടുപുഴയില് അരക്കുളം മൂലമറ്റം റോഡ് അവിടെയാണ് വീട്. പ്ലീസ് എല്ലാവരും വരണം. ഐ മീൻ ഭയങ്കര നല്ലതാണ്, ഭയങ്കര ഈ സ്പേസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ഇവിടെ വരുമ്പോഴേ ആ ഒരു നമ്മളൊരു ബോർമേലൊക്കെ കയറുന്ന ആ ഒരു സ്മെല്ലാണ്. ഇങ്ങനെ ഫുൾ ബേക്ക് ചെയ്തതിന്റെ നല്ല മണം എല്ലാം കഴിക്കാൻ തോന്നുന്നു. കിച്ചൺ ഈസ് യോഴ്സ്. അങ്ങനെയാണല്ലോ, ഞാൻ ആ കിച്ചൺ അങ്ങനെയാണ് തുടങ്ങിയത്. സോ എല്ലാവരും ആഗ്രഹമുള്ള എല്ലാവർക്കും വന്ന് ബേക്ക് ചെയ്യാനുള്ള സ്പേസ്. താങ്ക് യു.